ഹലോ, ആരാ? ഉസ്താദ് ഉസ്മാൻ. എവിടുന്നാ? കമ്മിങ് ഫ്രം കുവൈറ്റ്. മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം ഏത് ഫ്ലാറ്റിലാണ് താമസം? മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം എന്നൊരാൾ ഇവിടെ താമസമില്ല. റോയിച്ച് എന്നൊരു സാറ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളാരാ? ഞാൻ മുകളത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാ. ഡ്രൈവറാണല്ലേ? കൺട്രി ഫെലോ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നടാ ഇതൊക്കെ? മിസ്റ്റർ റോയിച്ചനുണ്ടോ? ഉണ്ടല്ലോ. എവിടുന്നായിരുന്നു? ഐ ആം ഫ്രം കോട്ടയം. ആ, കയറിയിരിക്കും, വിളിക്കാം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ? നിങ്ങളുടെ മാരേജ് നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. എ സി ഇല്ലേ? എങ്ങനെ എ സി ഇല്ല നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഐ കാൻ ബിലീവ് ഇറ്റ്. ഉസ്മാൻ, താനും എത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ. നാട്ടിൽ ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ കുവൈത്തിലായിരുന്നു. അവിടുന്ന് തല്ലി പറഞ്ഞേച്ചാ. നോ ബുച്ചർ, ഐ ആം ഓൺലി ഡ്രൈവർ. ഡോ ആദ്യം താൻ മലയാളം മര്യാദയ്ക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരെന്നൊന്നും വിളിക്കരുത്. കോൾ മീ ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചുതരാം. ഇതാ വണ്ടി. ഇത് സുസൂക്കി അല്ലേ? കുവൈത്തില് അറബികൾ 2 മെർസൈഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണത്. വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ? എന്നാ ഡ്രൈവറാണല്ലേ? പൂവർമാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് അവന്റെ പിള്ളേരെയും നോക്കി നടന്നിട്ട് നാട്ടിൽ വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ചു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരെ ഇവിടെ? ഹസ് എപ്പോ വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത്. റോയിച്ചിന് വലിയ ഇഷ്ടമായിരിക്കുക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുക. ഇത്തവണ വരുമ്പോ 2 ബെഡ്റൂമിൽ വെക്കാൻ സാനിയോട് 2 AC കൊണ്ടുവരാൻ എഴുതിയിട്ടുണ്ട്. അതേതായാലും നന്നായി. ബെഡ്റൂമിൽ നല്ല ചൂടാണ്. അയ്യോ, ഇവിടുത്തെ ബെഡ്റൂമിലേക്കല്ല, വീട്ടിലെ ബെഡ്റൂമിലേക്കാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് മിസസ് മേനോന്റെ ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ്. ആഹാ, മോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അയ്യോ, അസിന്റെ കോള് വരുന്ന സമയമായി. കോള് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അസ് വറീഡാവും. അതാ പുള്ളിക്കാരൻ നേച്ചർ. ഞാൻ വരട്ടെ മോളെ? ആയിട്ട് വരട്ടെ. എന്റെ കർത്താവേ, സഹിക്കത്തില്ല. എന്നാ കത്തിയാ? അപ്പോഴേ കുവൈറ്റ് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളം അടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര പേരെ നമുക്കറിയാമെന്നറിയോ? നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 7-7:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ വെള്ളം അടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളമടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽവാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളം അടിപ്പിക്കണമെന്ന് അറബികൾക്ക് ഇത്ര വാശി? വാശിയല്ല, നമ്മള് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. ആഹാ, അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ. ഞാൻ വിചാരിച്ചു സ്മാൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോൾ ആദ്യമൊക്കെ കാറാമല്ലേ? എടാ ഉസ്താദേ, നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിരുന്നേ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ച് നടന്നോനാ. അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞാലല്ലോ അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം. ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും മറകോട്ടിലും ഒക്കെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ ഇടാവളം വിളിക്കുന്നത് കേട്ടോ. ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞ അവർക്ക് രസിക്കോ? ഊതരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ 2 പേരും യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ, സർദാർജീനെ വരച്ച വരെ നിർത്തിയോടാ ഈ ഖത്രീന്. പിന്നെ 2 ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് ഞങ്ങൾക്കല്ല,
നിങ്ങളുടെ തള്ളക്കാ. എന്താണ് കുത്തേ? പാഹൽ തുമാരി മാഹേ ഓർ ഏക് ബാർ ബുലഹേത്തോ നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. എന്താണൊന്നും ഉണ്ടാത്തത്? കാണിച്ചെഴുതാൻ ये बुड्ढी हिंदी में गाली देता है. धैर्य नहीं मलयालम बोलो. हाँ. देखेगा. बंदर बंदर की बच्ची कोरंगती. കൊരങ്ങത്തി. ശരിയാക്കണം. നീ എന്ത് മനസ്സിലാക്കി? കുവൈത്തുള്ള ആദ്യത്തിന് വിട്ടില്ല. ഏതാണ് പഠിച്ചോണ്ട് ബാക്കി തരക്കില്ലല്ലോ. ഇതെന്താ? ഒരുത്തൻ മാറുമ്പോ വേറെ ഒരുത്തൻ. ടാറ്റ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്? നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലേ ഇത് കൊണ്ട് തട്ടുന്ന പോലെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണം വിട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ ആ, നമ്മളാരാ മനസ്സിലായില്ലോ? മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല്? ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി, അല്ല വേറൊന്നുമില്ല. എടാ, നീ ആ കുന്നുംപുറത്തെ കമലാക്ഷിയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞു ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യകേടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്തും അധിക നേരം ഇരിക്കാറില്ല. മറ്റു പലയിടത്തുനിന്നല്ല, തീറ്റ കാണുമ്പോ അത് അങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ആ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഒന്ന് നിർത്തിക്കേ. ആ, എന്നാ തരണം? ഒന്ന് നിക്കണേ, ഇതും കൂടെ ഒന്ന് പിടിച്ചാ. ഇവരോട് ചോദിച്ചാലോ? വിമാനത്താവളത്തിലെ റോയിച്ചന്റെ വീട് ഏതാ? ആ കാണുന്നതാ അവിടെ. ഇവരെങ്ങനെ അറിഞ്ഞു? അത് ജോലിച്ചേരുടെ വീടായിരിക്കും. അത് ശരി. നോക്കാം. കൂടാരം. പട്ടിയിലും കാണും. നീ ഉള്ളപ്പോ പിന്നെ വേറെ ഒരെണ്ണം എന്നത്തിനടി? എന്ത് വലിയ ബംഗ്ലാവ്! അതിനകത്തോട്ടൊന്ന് നോക്കിക്കോട്ടെ. ഇരിക്കാനൊക്കെ കസേരയാണ്. അല്ല, വെഞ്ചിടാ. കർത്താവേ, ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? രണ്ടും കൂടി വല്ലയിടത്തും തെണ്ടാൻ പോയിരിക്കും. നീനകത്ത് നോണോ? എല്ലായിടത്തും. എന്താ? ഞാൻ മാത്തച്ഛൻ, ഇവൾ അന്നാമ്മ, എന്റെ കെട്ടിയോളാ. ഇവിടെ താമസിക്കുന്ന റോയും പെണ്ണും പിള്ളയും ഇവിടെ ഇല്ലയോ? അവരിവിടെ ഇല്ലല്ലോ. ഷൈനയുടെ അമ്മയ്ക്ക് സുഖമില്ല നടന്നിട്ട് നാട്ടിൽ പോയിരിക്കാം. എന്റെ യേശുവേ, നമ്മളിനി എന്നാ ചെയ്യും? അവരെന്ന് വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ? ഇന്നലെ പോയത്, ചിലപ്പോ ഇന്ന് വന്നേക്കും. ആഹാ, അവരൊന്നും പറഞ്ഞില്ലയോ ഞങ്ങൾ വരുന്ന കാര്യത്തെ പറ്റി? ഇല്ല. നിങ്ങൾ അവരുടെ ആരാ? എന്റെ അമ്മച്ചിയും റോയിയുടെ അമ്മച്ചിയും ചേട്ടത്തി അനിയത്തി മക്കളാ. അതായത് ഞാൻ അവന്റെ ചേട്ടനാ. സ്വന്തം ബന്ധമൊന്നും പറയണ്ട. ഇനിയിപ്പോ മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു പോകും വണ്ടിയും കിട്ടത്തില്ല. എന്റെ യേശോയെ, എന്നാ പണിയായി റോയിച്ചൻ കാണിച്ചേ? കണ്ടിട്ട് അത്യാവശ്യമുള്ളതാ. ഇനിയിപ്പോ എന്നായോ അന്നാമ്മേ? പല ലോഡ്ജിലും റൂം എടുത്ത് കൂടാ. കണ്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് നിൽക്കാവോ? അയ്യോ, ഒരു മിനിറ്റ് അല്ല, എത്ര മണിക്കൂർ വേണേലും നിൽക്കാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പൊ വരാം. എന്റെ അൾമിരാന്ത് ബ്ലോനെ, മുട്ടിനൊരു വേദന. രാജേട്ടാ, റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്ന് താഴെ നിൽക്കുന്നു. അവരോട് ഉണ്ടാകുന്ന കരുതി വന്നതാ. റോയ്ച്ചന് ഷൈനും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ വിളിച്ചിരുത്തിയാലോ? അവര് ലോഡ്ജിൽ മുറിയെടുക്കാൻ ആലോചിക്കാം. ഇപ്പോ എന്തുകൊണ്ടാണ് നീ പറയുന്നത്? നമ്മളിവിടെ ഉള്ളപ്പോ ലോഡ്ജിൽ മുറിയെടുപ്പിച്ച റോയ്ച്ചൻ എന്ത് വിചാരിക്കും? അവരിന്ന് വൈകിട്ടിന് എത്താതിരിക്കില്ലല്ലോ. എവിടെ വിളിക്കാനാ? പാലായ്ക്ക് പോയവരെ കോട്ടയത്ത് വിളിച്ചാ കിട്ടുവോ? എനക്ക് തലയ്ക്ക് വട്ടാ. നേരാ.
എനിക്കത് പോയില്ല. ആ നിനക്കത് പോകത്തില്ല. നീ ആ താറാവുകാരൻ ആഹയുടെ മോളല്ലേ? താറാവിന്റെ മന്നത നിനക്കും ഉണ്ടേ. വരൂ നമുക്ക് മുകളിലേക്ക് പോകാം. ആഹാ. സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്നമ്മോ. അവര് വരുന്നത് വരെ ഇവിടെ ഇരിക്കാം. അവരിന്ന് വന്നില്ലെങ്കിലേ നിങ്ങൾക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അവരിന്ന് വന്നില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള സൗകര്യം. ആ അയ്യോ ഇത് ഇതിയാന്റെ കൂടപ്പുറപ്പാ. വായുവിന്റെ ഉപദ്രവാ. ഒന്നും വിചാരിക്കില്ലേ? ഇല്ല വാ. അയ്യോ കെട്ടിയവനായിരിക്കുമല്ലയോ? അതെ. യോ ശ്രീരാമനെയും പാർവതിയും പോലുണ്ട്. ശ്രീരാമനും പാർവതിയും അല്ല, ശിവനും പാർവതിയും. അയ്യോ എനിക്കങ്ങ് പോയില്ല കേട്ടോ. എന്നാ ഏർപ്പാടാ? കൃഷിയാന്നോ? അല്ല, ഞാൻ ബാങ്കിലാ. അയ്യോ ഇക്കാലത്ത് ചിട്ടിക്കമ്പനി ചേർന്ന എന്നാ കിട്ടാനാ? ദാരിദ്ര്യവാ അല്ലയോ? എനിക്ക് എനിക്ക് വയ്യ. ഒന്നും വിചാരിക്കല്ലേ. ഇച്ചായന് അത് അവിടെ ഉണ്ട്. അവിടെ ആയിരിക്കുമല്ലേ? വെച്ചോ. പോയേച്ച് വരുമ്പോ ജീരോളം ചോദിക്കും. അല്ല കൊച്ചു ബുദ്ധിമുട്ടണ്ട. അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ ഏറ്റ്. ഒന്ന് പിടിച്ചോ. അവിടെ ആയിരിക്കുമല്ലേ? അടുക്കളക്കാരിയാണല്ലോ. എനിക്ക് അത്യാവശ്യം അല്പം ജീരകം വേണമായിരുന്നു. ഇവിടെ എവിടാ ജീരകം വെച്ചിരിക്കുന്നത്? ഇവിടാണോ? ഈ കുപ്പിയിലാണോ? അപ്പൊ ഇവിടെയാണോ? റോയ്ച്ചന്റെ ചേട്ടന്റെ ഭാര്യ. ആ കിട്ടി കിട്ടി കിട്ടി. ജീരകം കിട്ടി കിട്ടി. എനിക്ക് വെള്ളം തിളപ്പിക്കണോ? ഏത് നേരത്താണോ ഇയാളെ കൂടെ ഞാൻ ഇട്ടത്? എനിക്ക് വെള്ളം വേണമെന്ന് മാറ്റി വെച്ചോട്ടെ. അതിയാനേ വായുവിന്റെ അസുഖം. വെള്ളം കൊടുത്തില്ലേ ചിലപ്പോ ചത്തു. അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ വിചാരിച്ചിട്ട് എന്നാ ചെയ്യാനാ? ഇപ്പൊ ആവും. അതിവിടെ ഇരിക്കട്ടെ. അന്നമ്മോ വേഗം കൊണ്ടുവന്നേടി. ദാ വരുന്നു. എന്റെ കർത്താവേ. നല്ല ചൂടുണ്ടേ. സൂക്ഷിച്ചു കുടിക്കണം. മുറുക്കാൻ എന്തിയേ? അതിന്റെ പുറത്താ കയറിയിരിക്കുന്നു. ചുളിഞ്ഞ നാമാവിശേഷമായി. നില്ല് നില്ല് നില്ല്. ഇത് എന്നാ പോക്കാ? ആരാ? നിങ്ങളാരാ? കൊച്ചു കൊള്ളാമല്ലോ. ഞങ്ങൾ ഇവിടുത്തെയാ. അതെന്റെ മോളും അനിയത്തിയാ. അയ്യോ എനിക്കങ്ങ് പോയില്ല കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ. ഇതാരാ മമ്മി? റോയ്ച്ചന്റെ ചേട്ടനും ചേട്ടത്തിയാ മോളെ. അയ്യോ ഇത് ഗ്യാസ് ആവുഞ്ഞേ. അയ്യോ അങ്ങനെ വല്ല ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ കുഞ്ഞെ. ഇത് ചുമ്മാ കന്നുകാലി കരയുന്ന പോലെ മനുഷ്യനെ പേടിപ്പിക്കാനല്ലാതെ യാതൊരു ഗുണവുമില്ല. ഡോക്ടറൊന്നും കാണിച്ചില്ല. പിന്നില്ലേ കാണിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല. എല്ലാവരും കുറച്ച് ഗുളികയും മരുന്നും തന്നു വിടും. അതുകൊണ്ട് ഒരു കുറവുമില്ല. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാ വന്നത്. അയാളുടെ കൈവശം ഒരു തെറാപ്പി ഉണ്ടെന്ന്. ഇരിയാന്റെ ഗ്യാസ് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ മേല. നാട്ടുകാരൊക്കെ ഇരിയാനെ വിളിക്കുന്നത് ഗ്യാസ് മാത്തച്ഛനെന്നാ. അങ്ങനെ വിളിക്കുന്നവന്റെ തന്തയ്ക്ക് വിളിക്കാതെ നീ നിന്ന് ചിരിച്ചിട്ടല്ലയോ എന്നെ എങ്ങനെ വിളിക്കുന്നേ? അതെ അതെ അതെ. അത് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങ് ചേന ചേമ്പ് ഇതൊന്നും ഇരിയാന് കൊടുക്കാൻ മേല. അപ്പൊ പ്രത്യേകമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കണം. എന്നാ ഞാനും കൂട്ടി അല്ലട്ടെ. ഒന്നും വിചാരിക്കല്ലേ. അല്ലേലും ഒന്നും വിചാരിക്കല്ലെന്നുള്ളത് എനിക്ക് അറിയാവല്ലോ. ഒരുവിധം തിന്നാൻ കൊള്ളാവുന്നതല്ല ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് തിന്നാനുള്ള യോഗം കർത്താവ് എനിക്ക് തന്നിട്ടില്ല. മുറിക്കാതിരുന്നാലേ അസുഖം കൂടും. പുറത്തിറങ്ങിയ അല്പ ആശ്വാസം കിട്ടും. ഒന്നും വിചാരിക്കുകയല്ലെന്ന് എനിക്കറിയാം. താഴെ കാർ കിടക്കുന്നത് കണ്ടുകൂടെ? തുപ്പാൻ മരങ്ങ് സ്ഥലം കണ്ടില്ലേ? താൻ ഏത് കോത്താഴ്ത്തുകാരനാടു? മുറുക്കിയ ഞാൻ താഴേക്കേ തുപ്പാറുള്ളൂ, വേറെ എങ്ങും തുപ്പാറില്ല. തുപ്പുന്നിടത്താണോ കാറ് കൊണ്ടുവന്നിടുന്നേ? ഇയാളെ ഏത് കോത്താഴ്ത്തുകാരനാ? ഇതിവിടെ കിടക്കട്ടെ. കാണേണ്ടവർ കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞോളാം. കാണേണ്ടവർ കണ്ടിട്ട് ബാക്കി പറഞ്ഞോളാന്ന്. എടി അന്നമ്മോ, നീ ബാത്റൂമിൽ സ്ഥിര താമസമാക്കിയോടി. വന്നേടി. ഇതെന്നതാടി ഇത്? നീ ഇതിനകത്ത് എങ്ങനെ കേറി? ഇതാരുടേതാ? ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ. എനിക്കെങ്ങനുണ്ട്? സത്യം പറയാമല്ലോ, നിനക്ക് മുണ്ടും ചട്ടയവാ ചേർച്ച. ഇക്കാലത്തെ പെണ്ണുങ്ങൾ ഇത് വിട്ടോണ്ടാ രാത്രി കിടന്നുറങ്ങുന്നേ. ഇതാ സുഖം. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. അയ്യോ ഇതിനെ പാല് കുടിക്കണ്ടായോ? ആ പാല് കുടിക്കാതെ കിടക്കരുത്. ഞാനൊന്ന് പോയി നോക്കിയേച്ച് വരട്ടെ. ഇവിടെ പാലിരിപ്പുണ്ടോ? ഇല്ല, ഇത് ഇവിടുത്തെ കുഞ്ഞിന് കൊടുക്കാനുള്ള. അത് പോട്ടെ, അത് സാരമില്ല. പിന്നെ അതിയാനേ
കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ. ഒന്നും വിചാരിക്കല്ലേ. അല്ല, വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ശ്രീദേവി കൊച്ചിന്റെയാ? അതെ. അവിടെ കിടന്നിരുന്ന എനിക്കെങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? അയ്യോ, മുഷിഞ്ഞതാണല്ലോ. അങ്ങനൊന്നുമില്ലല്ലോ, നല്ല സെന്റിന്റെ മണം. ഇത് ഞാൻ എടുത്തോട്ടെ? ഒന്നും വിചാരിക്കല്ലേ. അല്ല, എനിക്കറിയാം. ഉറങ്ങിയോ? എന്റെ കർത്താവേ. എന്നതാടി ഒരു വെള്ളത്തിന്റെ ചൊവ? കെട്ടിയോന് തരുന്നെങ്കിലും മായം ചേർക്കാതെ തരാൻ മേലെ. ഇന്ന് പാല് കുറവായിരുന്നോ? ഇതാ കൊച്ചിന് വെച്ചിരുന്ന പാല ഇച്ചിരി ഉണ്ടായിരുന്നു. അവര് വെള്ളം വല്ലതും ചേർത്ത് കാണും. വെള്ളം ചേർത്ത പാല് ഞാൻ കുടിക്കല്ലേ നിനക്ക് പറയാൻ മേലായിരുന്നോടി? കിട്ടിയതങ്ങ് കുടിച്ചാട്ടെ. ഇത് ചൂണ്ടാൻ പാട് എനിക്കും കർത്താവിനും അറിയാവൂ. എന്നാ നീ കുടിച്ചോ, നീ ചെറുപ്പാവട്ടെ. കർത്താവേ, ഇപ്പൊ എന്നെ കണ്ട എന്നാ പ്രായം തോന്നിക്കും? എന്നെക്കാൾ പ്രായം തോന്നിക്കും. അതങ്ങ് മനസ്സിരിക്കട്ടെ. ഇരിയാന് പ്രായമായെന്ന് വെച്ചേ ഞാനങ്ങനല്ല. അതെനിക്ക് അറിയാമടി, ഞാനല്ലേ അനുഭവിക്കുന്നത്. എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പും ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും ഒന്നും അല്ല, നീ തന്നെ. ഞാനും എനിക്ക് ഗുളിക എടുക്കട്ടെ. കുടിച്ച് സംസാരിക്കേ. മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. മാസം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രണ്ടിലും ചവിട്ടി കൂട്ടി. റോയ്ച്ചിന്റെ ആൾക്കാരെ മുഖം കറുപ്പിച്ചൊന്നും പറയല്ലേ. ഇല്ല, ഞാൻ പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം. നമുക്ക് അവരെ കൂടെ വിളിക്കാം. കുറവില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് പോയാലോ? എന്റെ ഈശോ മിശിഹായെ വേണ്ട, അവര് ഓപ്പറേഷൻ നടത്തും. ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ചത്തിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കണം അല്ലയോടി? ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്. എന്താ എന്താ ഒന്നും പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രി വായു കയറി ക്ഷോഭിക്കും. ഇന്നത്തെ ഭക്ഷണം അല്പം കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നേരാ. പുട്ടും കടല എന്നെ ശരിക്ക് തട്ടിയിട്ടുണ്ട്. കടല ഗ്യാസാ എനിക്കറിയാം, എന്നാലും ഞാൻ കഴിച്ചുപോയി. ഇവിടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മരുന്നില്ല, വയറുവേദനയ്ക്കുള്ള മരുന്ന് വേണമെങ്കിൽ തരാം. അതെങ്കിലും കുറച്ച് കൊടുക്ക് സാറേ. ഇന്നെങ്കിലും സമാധാനത്തോടെ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. നിന്നെ കെട്ടിയ അന്ന് രാത്രി ഇരിയാന്റെ ഏമ്പക്കം കേട്ട് ഞെട്ടിയ ഞാൻ പിന്നെ 7-ന്റെ അന്നാ കിടക്കേന്ന് പൊങ്ങിയത്. ഒന്നും വിചാരിക്കല്ലേ. ഇരിയാന്റെ ഏമ്പക്കം അന്നാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചൂടായിരുന്നോ? കാണിക്കാഞ്ഞിട്ടാന്നോ കുഞ്ഞെ? അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെന്നൈ ഇത് മാറത്തുള്ളെന്നാ. സെമിത്തേരി അല്ലടി, സുൽത്താൻ ബത്തേരി. ബത്തേരിയിൽ ഒരു കങ്കാണി വൈദ്യനെ എന്നെ കൊണ്ട് കാണിക്കുന്ന കാര്യവാ എവള് പറഞ്ഞേ. ഓപ്പറേഷന് പോവാൻ ഇരിയാന് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടറെ തേടി ഇങ്ങോട്ട് വന്നേ. അതിനാ റോയ് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണ്ടേ നടത്താൻ. റോയ് ഉടനെ എത്തണെന്നാ ഞങ്ങളുടെയും പ്രാർത്ഥന. വെള്ളം വേണ്ട, വിഴിഞ്ഞാ മതി. വയറ്റിനകത്തൊക്കെ ഒരു പൊട്ടലും ചീറ്റലും. ഇരിയാൻ എന്നെ പൊട്ടാത്ത വിഴുങ്ങിയോ? പൊട്ടാനും ചീറ്റാനും ഇതങ്ങ് വിഴുങ്ങു മനുഷ്യ. 5 മിനിറ്റ് കഴിയുമ്പോ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഞങ്ങൾ പോട്ടെ. അയ്യോ, നിങ്ങളങ്ങ് പോവാണോ? നിങ്ങളൊക്കെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്ന എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറക്കമുളച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നു. പാതിരാക്കി ഞാൻ ഇരിയാനെ മേപ്പോട്ട് കെട്ടിയെടുത്ത എനിക്ക്. വായട ചീവീട് എന്നതാ പറഞ്ഞേ? അയ്യോ, എനിക്കങ്ങ് പോയില്ല. അതെനിക്ക് കേന്ദ്രത്തിൽ എന്തൊക്കെ പ്രശ്നം. ഒന്നിന്റെ എനിക്ക് ഈ ഗ്യാസിന്റെ കുഴപ്പമുള്ളതുകൊണ്ട് സമയത്തിന് പോയില്ല. പിന്നെ ഒരു 10 ദിവസത്തേക്ക് പോകത്തില്ല. ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ ഇറങ്ങി ബാങ്കിൽ. മാറത്തരാവേ. അതിയാനേ രാവിലെ എന്തെങ്കിലും കൊടുത്തില്ലേ പിന്നെ അന്നത്തെ കാര്യം അവതാളത്തില. 3 ബുൾസായി കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കല്ലേ.